Adobe Photoshop Basic Operationsലെ തേർഡ് ടോപ്പിക് സേവിങ് ആസ് ഫോട്ടോഷോപ്പ് ഫയൽ. നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടൊരു ഫോട്ടോഷോപ്പ് ഫയൽ എങ്ങനെ സേവ് ചെയ്യുമെന്ന് നോക്കാം. ഫോട്ടോഷോപ്പിൽ സേവ് ചെയ്യാൻ പറ്റുന്ന ധാരാളം ഇമേജ് ഫോർമാറ്റ്സ് ഉണ്ട്. JPG, PNG, ഫോട്ടോഷോപ്പ് PDF തുടങ്ങി അങ്ങനെ പലതും. നമ്മൾ അതിലോട്ടൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ജസ്റ്റ് ഫോട്ടോഷോപ്പ് ഫയലായിട്ട് എങ്ങനെ സേവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയൽ എടുത്തിട്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ സേവ് എന്നുള്ള ഓപ്ഷൻ ആക്റ്റീവ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലെയറോ മറ്റോ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നേനെ. ഇപ്പോൾ നമ്മൾ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ ഫോട്ടോഷോപ്പിൻ്റെ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഫോട്ടോഷോപ്പിൻ്റെ ഫോർമാറ്റ് ആയിട്ടുള്ള PSD, അതേപോലെ JPG, PNG, PDF തുടങ്ങി എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വഴിയെ കവർ ചെയ്യാം. തൽക്കാലം ജസ്റ്റ് ഒരു ഫോട്ടോഷോപ്പ് ഡോക്യുമെൻ്റ് ആയിട്ട് എങ്ങനെ സേവ് ചെയ്യുന്നു മാത്രമേ നമ്മളിവിടെ നോക്കണുള്ളൂ. ഫോട്ടോഷോപ്പ് ഡോക്യുമെൻ്റ് ആയിട്ട് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയി വരുന്നത് ഫോട്ടോഷോപ്പിലായിരിക്കും. നമ്മൾ എഡിറ്റ് ചെയ്ത ചേഞ്ചസും ലെയേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അതല്ല ജസ്റ്റ് നമ്മൾ ഇമേജ് ആയിട്ടാണ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ലെയേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ മാസ്ക് ചെയ്യണതോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അവിടെ അവൈലബിൾ ആയിരിക്കില്ല. സോ നമുക്കിവിടെ സേവ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഓൾറെഡി ഉള്ളൊരു ഫയലിനെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യണത്. അതുകൊണ്ടത് റീപ്ലേസ് ചെയ്യാൻ ഇവിടെ ഓപ്ഷനിൽ കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫയൽ അവിടെ സേവ് ആയിട്ടുണ്ട്. ശരിക്കും ഇതിൽ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ബ്രഷ് ടൂൾ എടുത്തിട്ട് ഇവിടെ ഒരു വട്ടം വരയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഫയലിൻ്റെ ഉള്ളിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നേരത്തെ ഡീആക്ടിവേറ്റ് ആയിട്ട് കിടന്നിരുന്ന ആ ഒരു സേവിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാകും. ഇപ്പോൾ വരച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ആസ്ട്രിക് സൈൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർ സൈൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സേവ് ചെയ്തതിന് ശേഷം വരുത്തിയ ചേഞ്ചസ് ഒന്നും സേവ് ആയിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആ ഡോക്യുമെൻറ്റിൻ്റെ ആ സൈഡിൽ കാണുന്ന ആ ഒരു ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ് സേവ്ഡ് അല്ല. അത് സേവ് ചെയ്യണോ വേണ്ടിയോ എന്ന് നമ്മുടെ അടുത്ത് ഫോട്ടോഷോപ്പ് ചോദിക്കും. അപ്പോൾ നമ്മൾ അവിടെ സേവ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫയൽ ഓട്ടോമാറ്റിക്കലി സേവ് ആവും.